ഫ്രം ഡൊറാഡോ കമ്പനി കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് എൻ്റെ സ്റ്റോറിയോട് ചോദിച്ച് നിങ്ങൾ കമന്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. ഡൊറാഡോൻ്റെ ഏക ടാറ്റ ചേസ് ബസ്സാണ് ഞാൻ. എന്നെ പറ്റി ഒരുപാട് തെറ്റായ ധാരണകൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ തിരുത്തി തരാം. എൻ്റെ ഡൊറാഡോൻ്റെ ഗാരേജിൽ ഏറ്റവും മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഡൊറാഡോയുടെ 4 12 മീറ്റർ വണ്ടികളിൽ ആദ്യം ഇറങ്ങിയ ചേസ് എൻ്റെതാണ്. പ്രകാശിൽ നിന്ന് ഞാനും ടർബോയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാനൊരു ടാറ്റ ചേസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേനും നെറ്റ് ചൊളിച്ച ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ BS4 ടാറ്റ എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഞാൻ BS6 ആണ്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഡ്രൈവർക്ക് ഏറ്റവും നല്ല ഡ്രൈവിംഗ് കംഫർട്ടും എടുത്ത്, എന്റെ ക്യാബിനിൽ ഇരിക്കുന്നവർക്ക് നല്ലൊരു ക്യാബിൻ എക്സ്പീരിയൻസും എടുത്ത്, എന്നെ ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് എടുക്കുന്ന നല്ലൊരു ടാറ്റേന്റെ ചേസാണ് ഞാനെന്നേ. ടാറ്റ എന്ന് കേൾക്കുമ്പോൾ പലരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചൂട് അല്ലെങ്കിൽ ക്യാബിനിൽ നിന്ന് സൗണ്ട് അങ്ങനെ മോശമായിട്ടുള്ള ഒരുപാട് ചിന്ത വരും. പക്ഷെ ഞാൻ BS6 ആണ്. എന്റെ ക്യാബിനിൽ നിന്ന് ഒരു തരത്തിലുള്ള സൗണ്ടോ ഒരു തരത്തിലുള്ള ഹീറ്റോ ഒന്നും തന്നെ വരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈലാൻഡിലെ എഞ്ചിൻ ബ്രേക്ക് ഇടുമ്പോഴത്തേനും ഒരു വൃത്തിയിട്ട സൗണ്ട് വണ്ടിന്റെ ക്യാബിന് വരും. ഞാൻ എഞ്ചിൻ ബ്രേക്ക് ഇട്ടാൽ ഒരു തരത്തിലുള്ള സൗണ്ട് വരത്തില്ല. ഞാൻ ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ ശരിക്കും ബ്രേക്കിൽ കാല് കൂടി വെക്കേണ്ട ആവശ്യമില്ല. എന്റെ മുന്നേ പോകുന്ന ലൈലാൻഡ് റൂട്ടുകൾ പലതവണ ബ്രേക്ക് കിട്ടുന്നത് ഈ എഞ്ചിൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഏത് ഹിൽ ടോപ്പും നിഷ്പ്രയാസം കയറും ഞാൻ. ഉദാഹരണത്തിന് നമ്മുടെ പളനിയിൽ നിന്നിട്ട് മറയൂരോട്ടുള്ള ആ ഒരു ഹൈ റേഞ്ച് പല 12 മീറ്റർ അശോക് ലൈലാൻഡ് വണ്ടികളും കയറാൻ ഭയപ്പെടുമ്പം നിഷ്പ്രയാസം ഞാൻ കയറും. അത്ര ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ഞാൻ ഓരോ ഡ്രൈവർക്ക് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ സർവീസിനെ പറ്റിയൊക്കെ പലതരം കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിലും ഞാൻ ആള് സൂപ്പറാണേ. എൻ്റെ ഡൊറാഡോന്റെ ഷട്ടിൽ ഏറ്റവും അധികം ട്രിപ്പുള്ള, ഏറ്റവും അധികം മൈലേജ് ഉള്ള, ഏറ്റവും അധികം ബാലൻസ് വയ്ക്കുന്ന ബസ്സാണ് ഞാൻ. ഇനിയിപ്പം എൻ്റെ ലൈറ്റ് വർക്കിനെ പറ്റി പറയുമ്പോഴത്തേനും ഏറ്റവും നല്ല രീതിക്കുള്ള ലൈറ്റും വർക്ക് എൻ്റെ ഓണർമാർ എനിക്ക് തന്നിട്ടുണ്ട്. ലക്ഷ്യം എന്നാണ് ഞാൻ എൻ്റെ ഇന്റീരിയർ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബിഗ് ബഡ്ജറ്റിലുള്ള നല്ലൊരു സെറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ഒരു 3 തൂക്ക് ലൈറ്റ് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് പുതിയ പോലെ ബോക്സ് പോലും പൊട്ടിക്കാതെ അതാ ഡിക്കിക്കകത്ത് ഇരിപ്പുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ള സമയം കൂടി എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ സൗണ്ട് വർക്ക് വന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇന്റീരിയർ സൗണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ എൻ്റെ 10 ലൈനർ ഓൺ ആക്കിയാൽ മതി. പിന്നെ എനിക്ക് ഓക്കലിനെക്കാളും നല്ല സൗണ്ട് പുറത്തിട്ടുന്നുണ്ട്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് എൻ്റെ ട്രാവലിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ പ്രധാന വിശേഷങ്ങൾ. ഒരിക്കലും ഈ വീഡിയോ കേൾക്കുമ്പം കുറെ ലൈലാൻഡ് ഫാൻസ് പറയും ലൈലാൻഡിന് മുകളിലല്ല ടാറ്റ എന്ന്. ഞാൻ അങ്ങനെ ഒന്നല്ല തർക്കിച്ചത്. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് BS6 വന്നപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നെ ഒരു തവണ ഓടിച്ചവർക്ക് ആ വ്യത്യാസം മനസ്സിലാവാം. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിക്ക് ഇനിയും നിങ്ങളോടൊപ്പം വമ്പൻ കുറച്ചധികം അപ്ഡേറ്റുകൾ എന്നിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സീരീസിലുള്ള അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഞാൻ പിക്സി അല്ലെങ്കിൽ ഞാൻ ഡ്രാക്സ് ഫ്രം ഡൊറാഡോ കമ്പനി ഈ തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഇനി വരുന്നതല്ല. അത്യാവശ്യം ഓവറായി എന്ന് മനസ്സിലായി.